ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ NSTയുടെ ആ ഒരു ഡ്രസ്സിലെ സൂക്ഷ്മദർശിനി ഫിലിമിൻ്റെ സമയത്ത് പ്രൊമോഷനിലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എൻ്റെ അടുത്ത് എൻ്റെ കോളേജിൽ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന കോട്ടാണ് കേട്ടോ. ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എൻ്റെ മൈൻഡിലേക്ക് വന്നത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ ഇങ്ങനത്തെ ഒരു കോട്ട് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ കോട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കുകയാണ് ഞാൻ. അപ്പോൾ അതിലൊരു ബട്ടൺ പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ മാറ്റണം. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഈ കോട്ട് സ്റ്റിച്ച് അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഏകദേശം ഒരു കോട്ട് പോലെ തന്നെയാണല്ലോ അത്. അപ്പോൾ ആ താഴത്തെ പോർഷനും നെക്കിൻ്റെ ആ പോർഷനും പിന്നെ അതിലുള്ള ആ ലോഗോ അതൊക്കെ കേട്ടോ ഞാൻ അഴിച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ നെക്കിൻ്റെ അവിടെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് അത് അഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പകുതി വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത് കണ്ടില്ലേ, താഴത്തൊന്നും നമ്മളത് ഇങ്ങനെ ഫുള്ളായിട്ട് അഴിച്ചെടുക്കണ്ട, ആ സ്റ്റിച്ച് അഴിച്ചെടുക്കണം. പക്ഷേ അത് ഫുള്ളായിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ. ആ ഒരു കോട്ടിൻ്റെ ആ ഫോട്ടോയിൽ കണ്ടില്ലേ, ഒരു സൈഡ് ഫ്രണ്ടിലേക്ക് അതിങ്ങനെ ഷാർപ്പായിട്ട് വന്നിട്ട് സൈഡിലേക്ക് കുറച്ച് കയറി വരുന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഫോട്ടോ കാണിച്ചിടാം. ഫോട്ടോയിൽ കണ്ടില്ല, ആ ഒരു പോർഷനാണ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ആ ഒരു ഷേപ്പിംഗ് വരുന്നതായതുകൊണ്ട് അതും ഏകദേശം ഞാൻ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മളുടെ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരു സൈഡാണ് ആക്ച്വലി ഞാൻ മാർക്ക് ചെയ്യുന്നത്, ബട്ട് നമുക്ക് അത് വെച്ചിട്ട് തന്നെ അടുത്ത സൈഡ് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഈ ആ ഷേപ്പിങ് നല്ല താഴത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ ഏകദേശം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 ഇഞ്ച് ആ ഒരു ലെവലിലൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളത് കണ്ട പോലെ മാർക്ക് ചെയ്ത് താഴത്ത് മാർക്ക് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ സെയിം നമ്മൾ നെക്കും മാർക്ക് ചെയ്ത് വെക്കണം. അതിൽ ആ ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നെക്ക് കുറച്ച് താഴത്തേക്ക് ഡീപ്പായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഇന്നർ പോലെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നെക്ക് അത്യാവശ്യം ഞാൻ എൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് കൂടെയാണ് അത് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പം നെക്കിന് ഞാൻ ലൈൻ ഇട്ടു, പിന്നെ ഒരു ചെറിയ സ്ലൈറ്റ്ലി കർവിങ് ഉണ്ട് അതിൽ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് സ്ലൈറ്റ്ലി ഒന്ന് കർവ് ചെയ്തിട്ടെടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ചധികം സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു 1 ഇഞ്ചിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 പോലെ വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കത് മടക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ, കട്ട് ചെയ്ത് കഴിയട്ടെ എന്നിട്ട് പറഞ്ഞുതരാം. ഇതുപോലെ നമ്മൾ താഴെ എൻഡിൽ ഞാൻ കുറച്ചധികം സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് അറിയോ നമ്മൾ താഴെ ഇത്രയധികം സീം അലവൻസ് കൊടുത്തത്? എങ്ങാനും കൊളായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചടിക്കാൻ ഒരു എക്സ്ട്രാ ഓപ്ഷൻ നമ്മൾ ഇടണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം സീം അലവൻസ് കൊടുത്തത് കേട്ടോ. എന്നിട്ട് താഴെ എന്നിട്ടുണ്ടെങ്കിൽ, അതായത് ബാക്ക് സൈഡിൽ നമ്മൾ ഒരു ചെറിയ റൗണ്ട് ഷേപ്പ് പോലെ വരുന്ന രീതിയിൽ കേർവ്ഡ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിലാണ് നല്ല ഷാർപ്പായിട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആ ഫ്രണ്ടിൽ വെച്ചതുപോലെ തന്നെ വരുന്നത് ആ കോട്ട് മറിച്ചിട്ടിട്ട്, കാരണം നമ്മൾ ഒരു സൈഡിലല്ലേ മാർക്ക് ചെയ്തിട്ടുള്ളൂ, അതിനനുസരിച്ച് സെയിം അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ബാക്കിലും ആ മറ്റു സൈഡിലും കൂടി അതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കൈയൊക്കെയല്ലേ അധികം കാണുന്നത്. നെക്സ്റ്റ് ടൈം സെറ്റാക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഓൾറെഡി ആ കോട്ട് സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള പ്ലാൻ ആട്ടോ. അതാണ് ഞാൻ ഈ തിരിച്ച് മറിച്ചൊക്കെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ടിലുള്ള സെയിം പോലെ തന്നെ ഒക്കെ കട്ട് ചെയ്തെടുത്തു. നെക്ക് നമ്മൾ വരച്ചതുപോലെ തന്നെ തിരിച്ച് വെച്ച് 2 സൈഡും കട്ട് ചെയ്തെടുത്തു. കാരണം നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് ട്രേസിങ് വീൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സമയത്ത് തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്കത് വെച്ച് കട്ട് ചെയ്യായിരുന്നു. പക്ഷെ അത് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഇതിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തത് കണ്ടോ, ആദ്യം ഇങ്ങനെ നല്ല ഈ ഒരു പീസില്ലേ, ഈ കോട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ പീസ് ആക്ച്വലി ആ കോട്ടിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. മറിച്ചിട്ടിട്ട് നല്ല വശത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഈ നല്ല വശത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ സ്റ്റിച്ചിങ് നമുക്ക് അങ്ങനെ അത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ലല്ലോ. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യും, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെ മറച്ചിട്ട് തിരിച്ചടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി അത് മനസ്സിലാവില്ല. എനിക്ക് ഇങ്ങനെ കണ്ട് പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലേ, ഇങ്ങനെ ചെയ്യാമല്ലേ, നമുക്കത് കാണുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്യാമെന്നൊക്കെ. അതുകൊണ്ട് എനിക്കറിയില്ലല്ലോ നിങ്ങൾ എത്രത്തോളം സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയുന്നവരാണെന്ന്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ആട്ടോ പറയുന്നത്. ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞിരുന്നില്ല മീൻസ് എനിക്കങ്ങനെ അറിയില്ല പറഞ്ഞുതരാൻ. അതുകൊണ്ട് കേട്ടോ.
എന്നിട്ട് നമ്മൾ ഒരു സൈഡ് നെക്ക് അടിച്ച് സെയിം അതുപോലെ തന്നെ സെക്കൻഡ് സൈഡും നമ്മൾ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇത് കണ്ടോ, ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് കണ്ടോ പ്രസ് അടി പോലെ അടിക്കുന്നു. അത് നമ്മൾ ഓൾറെഡി അവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നല്ലോ, ഓൾറെഡി അവിടെ ഉള്ള സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ച് കൂടെ കണക്റ്റ് ആവുന്ന രീതിയിൽ കൊടുത്തിട്ടൊക്കെ വേണം സ്റ്റിച്ച്. ദെൻ നമ്മൾ ആ കോട്ടിൻ്റെ താഴത്തുള്ള ആ പോർഷൻ നോർമൽ മടക്കി അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു ഇങ്ങനെ ഷേപ്പിംഗ് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് മടക്കി അടിച്ചു കൊടുത്തു, അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടില്ലേ, അങ്ങനെ ഒരു റണ്ണിങ് സ്റ്റിച്ച് എന്നാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിന് പറയുന്നത്. ആ ഫോട്ടോയിൽ കണ്ടല്ലോ അല്ലേ, ഇങ്ങനെ ഒരു വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് വരുന്നില്ലേ, അതാണ്. അപ്പം ഞാൻ ഈ വൂളൻ നൂലില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അതിന് ഞാൻ മേടിച്ചൊക്കെ സമയത്ത് 5-10 രൂപയായിരുന്നു. ഇപ്പം എനിക്ക് എത്രയെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ, കാരണം ഇത് ഓൾറെഡി എൻ്റെ അടുത്തുള്ള സാധനമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റേറ്റ് ഒന്നും അധികം അറിയില്ല. എന്നിട്ട് ഞാൻ അത് കുറച്ച് കട്ടിയുള്ള ത്രെഡാണ്, അതുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത്. കാരണം ആ ത്രെഡ് ഇങ്ങനെ അതല്ല അതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കാണണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ ഗ്യാപ്പിൽ വരുന്ന രീതിയിൽ ഇതിങ്ങനെ ഇട്ടെടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഈ സെയിം ഈ നൂല് ഈ ഒരു പരിപാടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾ ഓവർ അത് ചെയ്തിട്ട് എടുക്കണം. ഞാനിത് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചു സിമ്പിളല്ലേ, ഇതൊക്കെ പെട്ടെന്ന് തീരുന്നു. പക്ഷേ ഇത് മാത്രം ചെയ്യാൻ എനിക്ക് കുറേ ടൈം എടുത്തു. ഏകദേശം ഞാൻ ഒരു ദിവസത്തിൻ്റെ അടുത്ത് ഇതിരുന്ന് ഈ സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയും ടൈം എടുത്തു. പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ ഇത്രയും വലിയ ത്രെഡ് എടുത്തുകൊണ്ടായിരിക്കും എന്നാണ് ഇത്ര ടൈം എടുത്തത്. കാരണം ഞാൻ വലിയ ത്രെഡ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, കാരണം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് കൊടുക്കണ്ടല്ലോ, ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. പിന്നെ അതുമല്ല, എനിക്ക് തോന്നി ഇത് കാണുന്ന പോർഷനിൽ തന്നെ അല്ല വരുന്നത് ഫുള്ളായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലിങ്ങനെ കെട്ട് കൂട്ടി വെച്ചാൽ അത് ഭംഗിയുണ്ടാവില്ല. കാരണം ഈ നൂല് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെയും നൂലെടുക്കട്ടെ. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ നൂല് ലോക്ക് ചെയ്യണ്ടേ. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് കുറച്ച് ബോറായിരിക്കും തോന്നിയോണ്ടാണ് ഞാൻ വലിയ ത്രെഡ് എടുത്തത്. അപ്പോൾ നമുക്ക് ആ ലോക്കിൻ്റെ ഇഷ്യൂ വരുന്നില്ലല്ലോ, ഫസ്റ്റ് ഒരു ലോക്ക് ഇട്ടാൽ മതി. പിന്നെ ഞാൻ ആ ചെസ്റ്റിൻ്റെ അവിടെയുള്ള ആ ഡാട്ടിൻ്റെ പോയിൻ്റ് കറക്റ്റ് നോക്കി വയ്ക്കുക. കാരണം ഫ്രണ്ടിൽ കൊടുത്തതായതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡിലും കറക്റ്റ് ആ പോയിൻറ്റിൻ്റെ അടുത്ത് വരണ്ടേ. അതാണ് കേട്ടോ ഞാൻ നേരത്തെ മാർക്ക് ചെയ്തത്. പിന്നെ ഇങ്ങനെ ഒന്ന് ഞാൻ റെഡിയാക്കി എടുത്തു. ഗൈസ്, എനിക്കിവിടെ മ്യൂസിക്കൊക്കെ ഇട്ട് അടിപൊളിയാക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കുകയാണ്. ടാറ്റ, ബൈ ബൈ.